കുറേ നാളിനിടയ്ക്ക് ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങി. നല്ല സുഖമുള്ള ഒരു ഉറക്കമായിരിക്കില്ലേ? അപ്പോൾ ആ ഒരു ഉറക്കം അതെങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? നമ്മൾ പൊതുവെ പറയാറില്ലേ, ഐ സ്ലെപ്റ്റ് വെൽ, ഞാൻ നന്നായിട്ട് ഉറങ്ങി എന്ന് പറയാറുണ്ട്. എപ്പോഴും അതല്ലേ പറയാറ് അല്ലേ? നമുക്കിത് എങ്ങനെ പറയാം? അതായത് എല്ലാ ടെൻഷനും ഭാരമൊക്കെ ഒഴിച്ച് നമ്മൾ ഫ്രീ ആയിട്ട് നന്നായിട്ട് ഉറങ്ങി എന്നുള്ളത് നമുക്ക് പറയാം ഐ സ്ലെപ്റ്റ് ലൈക്ക് എ ബേബി. കേൾക്കാൻ തന്നെ എന്തൊരു സുഖമല്ലേ? ഐ സ്ലെപ്റ്റ് ലൈക്ക് എ ബേബി. ഒരു കുട്ടിയെ പോലെ ഞാൻ നന്നായിട്ട് ഉറങ്ങി. എന്താ കുട്ടികളുടെ പ്രത്യേകത? അവർക്ക് ടെൻഷനില്ല, EMI അടയ്ക്കേണ്ടതോ അതോ ഇതൊന്നും ആലോചിക്കാനില്ല അല്ലേ? അവർ ഭയങ്കര ഫ്രീ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറയാറുണ്ട് കുറേ നാളിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങുന്നത്. അങ്ങനെ പറയാറില്ലേ നമ്മൾ? നല്ലൊരു ഉറക്കം എനിക്ക് ഇന്നലെ കിട്ടി. നമുക്ക് എങ്ങനെ പറയാം? ആഫ്റ്റർ എ ലോങ് ടൈം ഐ സ്ലെപ്റ്റ് ലൈക്ക് എ ബേബി. ആഫ്റ്റർ എ ലോങ് ടൈം ഐ സ്ലെപ്റ്റ് ലൈക്ക് എ ബേബി ലാസ്റ്റ് നൈറ്റ്. അതായത് ഇന്നലെ രാത്രി കുറേ നാളിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങി. ഇത് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എന്നോട് പറയരുത് കേട്ടോ. സ്ലീപ്പ് ലൈക്ക് എ ബേബി എന്തൊരു എളുപ്പമാണ്. ഒരു കുട്ടിയെ പോലെ ഉറങ്ങി. ആലോചിക്കാൻ സുഖമല്ലേ? സ്ലീപ്പ് അതിൻ്റെ V2 അതായത് പാസ്റ്റ് ആയപ്പോഴാണ് എന്തായത്? സ്ലെപ്റ്റ് ആയത്. ഉറങ്ങീനായതുകൊണ്ടാണ് നമ്മൾ സ്ലെപ്റ്റ് വന്നത് കേട്ടോ. ഐ സ്ലെപ്റ്റ് ലൈക്ക് എ ബേബി. അതുപോലെ തന്നെ അങ്ങനെ ഒരു അർത്ഥം വരുന്ന വേറൊരു വേർഡാണ് സ്ലീപ്പ് സൗണ്ട്ലി. സ്ലീപ്പ് സൗണ്ട്ലി. ആ സൗണ്ട് അല്ല കേട്ടോ, ഒച്ച അതല്ല, ബഹളമല്ല. ഇവിടെ സൗണ്ട്ലി എന്ന് ഉദ്ദേശിക്കുന്നത് ഡീപ്ലി, നല്ല ഗാഠമായ നിദ്ര. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ആകുമ്പോൾ എന്തായി? സ്ലെപ്റ്റ് സൗണ്ട്ലി. ഓക്കെ, സ്ലെപ്റ്റ് സൗണ്ട്ലി. ദ റൂം വാസ് സോ ക്വയറ്റ് ദാറ്റ് ഐ സ്ലെപ്റ്റ് സൗണ്ട്ലി ഓൾ നൈറ്റ്. ദ റൂം വാസ് സോ ക്വയറ്റ് ദാറ്റ് ഐ സ്ലെപ്റ്റ് സൗണ്ട്ലി ഓൾ നൈറ്റ്. റൂമൊക്കെ നല്ല ശാന്തമായിരുന്നു, നല്ല ക്വയറ്റായിരുന്നു, കാം ആൻഡ് ക്വയറ്റായിരുന്നു. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. ഈശ്വരാ, ലേറ്റായി. ഇന്ന് അയാളുടെ വായിന്ന് മുഴുവൻ എനിക്ക് കേൾക്കും. നേരത്തെ സുഖമൊക്കെ പോയി കേട്ടോ. ഇപ്പോൾ ഫുള്ള് ടെൻഷനാ. അതായത് നമ്മൾ അലാം വെക്കും, എന്നിട്ട് അലാം അടിക്കുന്നുണ്ടാവും, പക്ഷെ നമുക്കതൊന്നും ഓർമ്മയുണ്ടാവില്ല. നമ്മൾ ഇങ്ങനെ കിടന്നുറങ്ങും. എന്നിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴായിരിക്കും ഓർമ്മ വരുന്നത്, അയ്യോ ഞാൻ കുറേ ഉറങ്ങിപ്പോയല്ലോ എന്ന്. അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഓവർ സ്ലെപ്റ്റ് എന്നാണ്. ഓവർ സ്ലെപ്റ്റ്. ഓക്കെ, എന്താണ് ഓവർ സ്ലെപ്റ്റ്? അവസാനം ഓടിപ്പിടിച്ച് നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തും. എന്നിട്ട് നമ്മൾ പറയാറുണ്ട് അല്ലേ, ഐ എം സോറി ഐ എം ലേറ്റ്, ഐ ഓവർ സ്ലെപ്റ്റ്. ഐ എം സോറി ഐ എം ലേറ്റ് ബിക്കോസ് ഐ ഓവർ സ്ലെപ്റ്റ്. ഞാൻ കുറച്ചധികം ഉറങ്ങിപ്പോയി, അത് കാരണമാണ് ഞാൻ ലേറ്റായി പോയത്. ഐ എം സോറി ഐ എം ലേറ്റ്, ഐ ഓവർ സ്ലെപ്റ്റ് ബിക്കോസ് മൈ അലാം ഡിഡിൻറ്റ് ഗോ ഓഫ്. മൈ അലാം ഡിഡിൻറ്റ് ഗോ ഓഫ്. അലാറം എന്ന് പറയരുതേ, അലാറം അല്ല കേട്ടോ. അലാം ഒന്ന് പറഞ്ഞേ, അലാം. ഓക്കെ, മൈ അലാം ഡിഡിൻറ്റ് ഗോ ഓഫ്. ഓക്കെ, ഡിഡിൻറ്റ് ഗോ ഓഫ്. അപ്പോൾ ഈ ഓഫ് കേൾക്കുമ്പം സംശയം വരിക, അപ്പോൾ ഓഫ് ആകാത്തതുകൊണ്ടാണോ? അപ്പോൾ അലാം അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന്. അങ്ങനെയല്ല കേട്ടോ. അലാം ഡിഡിൻറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല, അല്ലെ അലാം അടിച്ചിട്ടുണ്ടാവില്ല, എന്തെങ്കിലും കാരണം കൊണ്ട് അടിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ല, അതുകൊണ്ട് നമ്മൾ ഉറങ്ങിപ്പോയി, അത്രേ ഉള്ളൂ. അപ്പോൾ ആ വേർഡ് എന്താണ്? ഓവർ സ്ലെപ്റ്റ് കേട്ടോ. ഓവർ സ്ലെപ്റ്റ്. ചില ആളുകളുണ്ട് ടയേർഡായിട്ട് വീട്ടിലേക്ക് എത്തും, സ്വിച്ച് ഇട്ട പോലെ കിടന്നുറങ്ങും. എനിക്ക് ആ ഭാഗ്യമില്ല കേട്ടോ. എനിക്കിപ്പോൾ ഒരുപാട് ക്ഷീണം ഉണ്ടായാലും പോലും വിചാരിച്ചാൽ ചിലപ്പോൾ ഉറക്കം കിട്ടാത്ത ആളാണ് ഞാൻ. അതൊക്കെ ഒരു ഭാഗ്യമാണല്ലേ. അപ്പോൾ സ്വിച്ച് ഇട്ട പോലെ ഉറങ്ങുക. ഓക്കെ, അത് നമുക്ക് പറയാം വെന്റ് ഔട്ട് ലൈക്ക് എ ലൈറ്റ്. ഐ വാസ് സോ ടയേർഡ് ലാസ്റ്റ് നൈറ്റ് ദാറ്റ് ഐ വെന്റ് ഔട്ട് ലൈക്ക് എ ലൈറ്റ്. ഐ വാസ് സോ ടയേർഡ് ലാസ്റ്റ് നൈറ്റ് ദാറ്റ് ഐ വെന്റ് ഔട്ട് ലൈക്ക് എ ലൈറ്റ്. അപ്പോൾ ഇന്നലെ രാത്രി എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ഞാൻ സ്വിച്ച് ഇട്ട പോലെ കിടന്നുറങ്ങിപ്പോയി. ഓക്കെ, വേറെ കുറച്ച് ആളുകളുണ്ട് ഒരുപാട് മദ്യപിച്ച് വന്നിട്ട്, അല്ലെങ്കിൽ നമുക്ക് കുട്ടികളിൽ തന്നെ കാണാം, ചിലപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അറിയാതെ ഇങ്ങനെ ഉറങ്ങിപ്പോവുക അല്ലേ? അതായത് നമ്മുടെ കൺട്രോളിൽ കിട്ടാതെ വരുന്നൊരു ഉറക്ക്. അധികവും ഈ മദ്യപിച്ചൊക്കെ വരുന്ന ആൾക്കാരെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലേ? അവർ വരും ഇങ്ങനെ അങ്ങ് ബോധമില്ലാതെ കിടന്നുറങ്ങും. അത് നമുക്ക് പറയാം പാസ്ഡ് ഔട്ട്. ഓക്കെ, പാസ്ഡ് ഔട്ട്. എന്താണ് പാസ്ഡ് ഔട്ട്? He drank too much and passed out on the sofa. ഒരുപാട് മദ്യപിച്ചു, എന്നിട്ട് ബോധമില്ലാതെ സോഫയിൽ കിടന്നുറങ്ങിപ്പോയി. പിന്നെ അമിത ക്ഷീണം കാരണം നമ്മൾ ഉറങ്ങിപ്പോയില്ലേ? അതായത് കിടന്നപാടെ നമ്മൾ ഉറങ്ങിപ്പോവും, അത്രയും ക്ഷീണം കാരണം. അതിന് നമുക്ക് ക്രാഷ് എന്ന് പറയാം കേട്ടോ. അതിന്റെ പാസ്റ്റ് ക്രാഷ്ഡ് എന്ന് പറയാം. I was so exhausted after that long trip. I just crashed on my bed. I was so exhausted after that long trip. I just crashed on my bed. ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഞാൻ ആകെ ടയർഡായിരുന്നു, അതുകൊണ്ട് ബെഡിൽ വീണപാടെ ഞാൻ ഉറങ്ങിപ്പോയി. അതിനാണ് നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യണേ? ഏത് വേർഡ് യൂസ് ചെയ്യുക? ക്രാഷ്ഡ്. ഒരുപാട് പ്രയോഗങ്ങൾ ഇനിയുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല.
അതെന്താന്ന് വെച്ചാലേ പലരും പറയാറുണ്ട് നമ്മളൊക്കെ കൂടെ ഇങ്ങനെ പറയുമ്പോഴേ ഒന്നും മനസ്സിൽ നിൽക്കില്ല. അപ്പൊ നമ്മളിപ്പോ കുറച്ചെങ്കിലും നോക്കിയല്ലോ. അപ്പൊ ഇത് എവിടെങ്കിലുമൊക്കെ ഒന്ന് ആദ്യമേ പറയുന്ന പോലെ കുറിച്ച് വെക്കണം കേട്ടോ. ചുമ്മാ കേട്ട് പോകരുതേ, എവിടെങ്കിലുമൊക്കെ ഒന്ന് കുറിച്ച് വെക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ലൈഫിൽ ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കുകയും വേണം. ഇതൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം വന്നിട്ട് നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു വേർഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മൾ അറിഞ്ഞു വെച്ചൊരു സാധനം നമ്മളിത് പ്രാക്ടിക്കൽ ആക്കുകയാണ് അല്ലേ. അപ്പൊ നമുക്കൊരു സന്തോഷം വരും. അപ്പൊ സന്തോഷം കിട്ടണം എന്നുണ്ടെങ്കിൽ എവിടെങ്കിലുമൊക്കെ ഒന്ന് കുറിച്ച് വെച്ചിട്ട് ഇത് പറയണം കേട്ടോ. ഇതിപ്പോ രാത്രിയാണ് കേട്ടോ ഞാനിപ്പോ വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഈ ഒരു ടൈമേ വീഡിയോ എടുക്കാൻ കിട്ടാറുള്ളൂ. ഇറ്റ്സ് ലേറ്റ് ആൻഡ് ഐ എം റിയലി ടയർഡ്, സോ ഐ എം ഗോയിങ് ടു ഹിറ്റ് ദ സാക്ക് നൗ. എന്താ പറഞ്ഞേ? ഹിറ്റ് ദ സാക്ക്. ഒരു ഫ്രേസ് കൂടെ കിട്ടിയ കേട്ടോ, ഹിറ്റ് ദ സാക്ക്. അതായത് ഞാൻ ഉറങ്ങാൻ പോവാണ്, അതതിന്റെ അർത്ഥം. ഇതെന്തായാലും ഓർത്ത് വെക്കണം കേട്ടോ. ഒക്കെ കൂടെ ഓർത്ത് വെച്ചാൽ എനിക്ക് മനസ്സിലാവില്ല, ഓർമ്മ കിട്ടില്ല എന്നൊക്കെ പറയാറുണ്ടെങ്കിലും എനിക്ക് വേണ്ടിയിട്ടെങ്കിലും ഇത് മനസ്സിൽ ഓർത്ത് വെക്കണം. എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വെച്ചാൽ മതി. ഹിറ്റ് ദ സാക്ക്, അടിപൊളി ഫ്രേസ് ആട്ടോ. ഹിറ്റ് ദ സാക്ക്, അതായത് ഞാൻ ഉറങ്ങാൻ പോവാണ്. ഓക്കെ, ഹിറ്റ് ദ സാക്ക്. അപ്പൊ ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒക്കെ അറിയാന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ പറഞ്ഞ പോലെ സമയം ഒരുപാടായി. ഐ എം ഗോയിങ് ടു ഹിറ്റ് ദ സാക്ക് നൗ. ബൈ ബൈ. ഗുഡ് നൈറ്റ് പറയുന്നില്ല കേട്ടോ, കാരണം രാവിലെ ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ബൈ.